ഇന്നലെ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന ഈ അമ്പഴങ്ങ ഞാനിന്ന് അച്ചാറിടാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്പഴങ്ങ കഴുകിയിട്ട് ഇതിൻ്റെ തൊലി നന്നായിട്ടൊന്ന് ചുരണ്ടി ഞാനിവിടെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇത് നല്ല അച്ചാറിടാൻ കറക്റ്റ് പാകത്തിനുള്ള കായാണെന്നാണ് കേട്ടോ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുറിക്കാതെ മുഴുവനായിട്ടും അച്ചാറിടാം, പക്ഷെ ഞാനിവിടെ മുറിച്ചിട്ടാണ് ഇടുന്നത്. എൻ്റെ കയ്യിൽ ഇത് കുറച്ച് കായേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് ഇത് അധിക നാളെ ഇരിക്കാനൊന്നും വെക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വിനാഗിരി ഒന്നും ഒഴിക്കാതെ ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ കായെല്ലാം കൂടെ നമ്മളൊരു 2-3 മിനിറ്റ് ഈ നല്ലെണ്ണയിൽ ഒഴിച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സാധാ അച്ചാറുകൾക്ക് എന്ത് ഇൻഗ്രീഡിയൻസ് ആണോ യൂസ് ചെയ്യുന്നത് അതെല്ലാം ഇതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ ഈ കടുക് ഉലുവയും കൂടെ വറുത്ത് പൊടിച്ച് ഒരു പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതും ഇടുന്നുണ്ട് കേട്ടോ. അതിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ലൊരു ടേസ്റ്റ് അതിന്. ബാക്കി കായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ള നോർമൽ അച്ചാറുകൾക്ക് യൂസ് ചെയ്യുന്ന പൊടികൾ മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ മീനച്ചാറൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് എനിക്ക് അമ്പഴങ്ങ കിട്ടുന്നതും ഞാനിങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്നതും. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലൈക്ക് മാങ്ങയുടെ പോലത്തെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്, പക്ഷേ മാങ്ങയുടെ അത്രയും ഒരു പുളി ഇല്ലെന്നേ ഉള്ളൂ.